Hello and welcome to Everyday English. മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നറിയാനായിട്ട് നമ്മളെ തന്നെ വേറെ ഒരാളുടെ സ്ഥാനത്ത് നിന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ വേറൊരാൾ ആയിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നറിയാം. ഇതിനെയാണ് നമ്മൾ പുട്ട് യുവർ സെൽഫ് ഇൻ someone's ഷൂസ് എന്ന് പറയുന്നത്. An example: just put yourself in my shoes to understand what I am going through. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് എൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. Another example: putting myself in his shoes, I think I would have done the same. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എനിക്ക് തോന്നും ഞാൻ അത് തന്നെ ചെയ്യുള്ളായിരുന്നു, ഞാനും അങ്ങനെ തന്നെ ചെയ്യുള്ളായിരുന്നു. That's it for today. Bye-bye.